പരിശുദ്ധനായ സർവശക്തനായ യേശുവിൻ്റെ ശരീരം പൊതിഞ്ഞിരുന്ന തിരുക്കച്ചയെപ്പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിലും കച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിവച്ചിരുന്ന തുവാല കച്ചയോട് കൂടെ അല്ലാതെ തനിച്ചൊരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അതിനുശേഷം മറ്റ് സുവിശേഷങ്ങളിലോ ലേഖനങ്ങളിലോ ചരിത്രങ്ങളിലോ ഈ കച്ചയെക്കുറിച്ച് പറയപ്പെട്ടിരുന്നില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവിൻ്റെ നാമത്തിനും കൽപ്പനകൾക്കും മാത്രമല്ലാതെ ഈ കച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അവർ യേശുവിൻ്റെ മരണവും ഉത്ഥാനവും നേരിൽ കണ്ടതുകൊണ്ടും അവിടുത്തെ മഹത്വം അറിഞ്ഞതുകൊണ്ടും പ്രവചനപ്രകാരം ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്ത പെസഹ കുഞ്ഞാടും പാപപരിഹാര ബലിയുമാണ് യേശുവെന്ന സത്യം അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതിനാൽ യേശുവിൻ്റേതെന്ന് പറഞ്ഞ് ഏതെങ്കിലും തിരുശേഷിപ്പുകൾ കൊണ്ട് ജനങ്ങളെ യേശുവിലേക്ക് അടുപ്പിക്കാനോ മാനസാന്തരപ്പെടുത്താനോ അവർ ശ്രമിച്ചില്ല. യഹൂദ പാരമ്പര്യമനുസരിച്ച് പെസഹ കുഞ്ഞാടിൻ്റെ ഒന്നും അവശേഷിപ്പിക്കാൻ പാടില്ല എന്ന കൽപ്പന ദൈവം നൽകിയിരുന്നു. ഇത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പ്രഭാതമാകുമ്പോൾ യാതൊന്നും അവശേഷിപ്പിക്കരുത്, മിച്ചം വന്നാൽ അത് തീയിൽ ദഹിപ്പിക്കണം. പെസഹ കുഞ്ഞാടായ പാപപരിഹാര ബലിയായ യേശുവിൻ്റേതെന്ന് പറഞ്ഞ് പലരും പ്രചരിപ്പിക്കുന്നത് അത് യഥാർത്ഥത്തിൽ യേശുവിൻ്റേതല്ല. ഒന്നുകിൽ ജനങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ധനസമ്പാദനത്തിനുള്ള സ്വാർത്ഥ മോഹമായിരിക്കാം. അതുമല്ലെങ്കിൽ എല്ലാ തരത്തിലും അത് സാത്താൻ്റെ വഞ്ചനയാണ്. ഒരു ക്രിസ്ത്യാനി യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് യേശുവിലുള്ള വിശ്വാസവും പ്രവൃത്തിയും വഴിയാണ്. വിശ്വാസിയെ ശക്തിപ്പെടുത്തുന്നത് ജീവിതത്തിൽ യേശുവിനെ അനുഭവിച്ചറിയുന്നതിലൂടെയാണ്. ചരിത്ര തെളിവുകൾ ഒരു വിശ്വാസിയെ ബലപ്പെടുത്തില്ല. കാരണം തിരുശേഷിപ്പുകളുടെ ശാസ്ത്രപരമായ കണ്ടെത്തലുകൾ എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. എന്നാൽ ജീവിതത്തിലെ അനുഭവം എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അത് നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കാനും സഹായിക്കും. ഈ കച്ചയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം 1300 വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ കച്ച പ്രത്യക്ഷപ്പെടുന്നത്. ജോഫ്രോയുടെ ചാർണി എന്ന വ്യക്തിക്കാണ് ഇത് ലഭിക്കുന്നത്. ഇത് യേശുവിനെ പൊതിഞ്ഞ തിരുക്കച്ചയാണെന്ന് പറഞ്ഞാണ് ഈ വ്യക്തി ഇത് കൊണ്ടുവരുന്നത്. പൊതുദർശനത്തിന് വച്ച ഈ കച്ചയ്ക്ക് വളരെയധികം പ്രചാരമായി. അങ്ങനെ സന്ദർശകരുടെ എണ്ണവും കൂടി. ആ സമയത്താണ് റോയ്സിലെ ബിഷപ്പായിരുന്ന പിയറി ഡിയാഴ്സി എതിർ മാർപ്പാപ്പയായിരുന്ന ക്ലെമന്റ് 7-ാമൻ മാർപ്പാപ്പയ്ക്ക് ഇത് വ്യാജമാണെന്ന് പറഞ്ഞ് കത്തെഴുതിയത്. അതിനുശേഷം ബിഷപ്പായിരുന്ന ഹെൻറി ഡി പേറ്റേഴ്സ് ഈ കച്ച വ്യാജമാണെന്നും ഒരു ചിത്രകാരൻ്റെ കലാസൃഷ്ടി മാത്രമാണെന്നും അതുപയോഗിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും ജനങ്ങളുടെ സമ്പത്ത് നേടാനായി ഉപയോഗിക്കുകയാണെന്നും പറഞ്ഞ് അദ്ദേഹവും ക്ലെമന്റ് 7-ാമൻ മാർപ്പാപ്പയ്ക്ക് ഒരു കത്തെഴുതി. ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയ മാർപ്പാപ്പ സന്ദർശനത്തിന് എതിര് നിന്നില്ല. പക്ഷേ അത് യേശുവിൻ്റെ ഒരു ചിത്രമാണെന്നും പ്രതിരൂപമാണെന്നും പറഞ്ഞ് തിരുത്തണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷം ഫ്രാൻസിലെ ഒരു ചാപ്പലിൽ സൂക്ഷിച്ചിരുന്ന ഈ കച്ചയ്ക്ക് ചാപ്പലിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഗുരുതരമായ കേടുപാടുകളുണ്ടായി. അതിൻ്റെ മടക്കുകളിൽ ദ്വാരങ്ങൾ വീണു. എന്നാൽ അവിടെയുണ്ടായിരുന്ന കന്യാസ്ത്രീകൾ അതിനെ പരുത്തിത്തുണി ഉപയോഗിച്ച് കുറവുകൾ പരിഹരിച്ചു. അതാണ് കച്ചയിൽ കാണുന്ന ട്രയാങ്കിൾ പോലുള്ള ഭാഗങ്ങൾ. അതിനുശേഷം ഇതിൻ്റെ പ്രശസ്തി വളരെയധികം വർദ്ധിച്ചു. ശാസ്ത്രീയപരമായി അതിൻ്റെ സത്യം കണ്ടെത്താൻ വത്തിക്കാൻ 1988-ൽ ആ കച്ചയെ കാർബൺ ഡേറ്റിങ്ങിന് വിധേയമാക്കി. ഓക്സ്ഫോർഡ്, അരിസോണ, സൂറിച്ച് എന്നിങ്ങനെ 3 യൂണിവേഴ്സിറ്റികളിലായി പരിശോധന നടത്തി. പരിശോധനയെ തുടർന്ന് അത് 13-ും 14-ും നൂറ്റാണ്ടുകൾക്കിടയിലുള്ളതാണെന്ന് തെളിഞ്ഞു.
എന്നാൽ അതിനുശേഷവും 1997 ടൂറിൻ കത്തീഡ്രലിൽ വച്ച് വീണ്ടും തീപിടുത്തമുണ്ടായി. എന്നാൽ ഫയർഫോഴ്സുകാരുടെ സമയോചിതമായ ഇടപെടൽ കാരണം അതിൽ ഗുരുതരമായ കേടുപാടുകൾ ഉണ്ടായില്ല. ഇന്നും തിരുക്കച്ചയ്ക്ക് സന്ദർശകർ ഏറെയുണ്ട്. എന്നാൽ സഭ ഔദ്യോഗികമായി കച്ച യേശുവിൻ്റേതാണെന്ന് ഇന്നുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ധാരാളം സന്ദർശകരും സമ്പത്തും എത്തുന്നുണ്ട്. ഇനി ഒരു സാധാരണ വ്യക്തിക്ക് പോലും ചിന്തിക്കാവുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, കാർബൺ ഡേറ്റിങ്ങിൻ്റെ ഫലം വന്നപ്പോൾ അത് മധ്യകാലഘട്ടത്തിലേതാണെന്ന് തെളിഞ്ഞു. എന്നാൽ ആ സമയത്ത് അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: കന്യാസ്ത്രീകൾ തുന്നിപ്പിടിപ്പിച്ച ഭാഗത്ത് നിന്നാണ് സാമ്പിൾ എടുത്തത് എന്നായിരുന്നു. ഈ കച്ചയെക്കുറിച്ച് ശാസ്ത്രീയപരമായി പഠിക്കാനും വിദഗ്ധരായവർ ഉണ്ടായിരിക്കെ കച്ചയിൽ നിന്നും നിസ്സാരമായ സാമ്പിൾ എടുക്കുന്ന കാര്യത്തിൽ എങ്ങനെ തെറ്റുപറ്റും? നിസ്സാരമായ ഈ കാര്യത്തിന് തെറ്റുപറ്റണമെങ്കിൽ വളരെ ആഴത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾക്ക് എന്തുമാത്രം പിഴവുകൾ ഉണ്ടാകും എന്നൊന്ന് ചിന്തിക്കുക. ഇത്രയും വലിപ്പമേറിയ ഈ കച്ചയിൽ നിന്നും സാമ്പിളുകൾ എടുക്കാൻ കഴിവില്ലാത്ത വിദഗ്ധരാണെങ്കിൽ അവർ കണ്ടെത്തിയ മറ്റു കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും? ഇനി രണ്ടാമത്തേത്, യേശുവിനെ സ്വർഗത്തിൽ കണ്ട് തിരിച്ചു വന്ന വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തുന്നത് യേശുവിന് നീളമുള്ള മുടിയല്ലെന്നും നീളം കുറഞ്ഞ മുടി മാത്രമാണെന്നുമാണ് പറയുന്നത്. യേശുവിൻ്റെ മഹത്വവും രൂപവും ഒരു വ്യക്തിക്കും വരയ്ക്കാനോ നിർമ്മിക്കാനോ കഴിയുകയില്ലെന്നുമാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. യഹൂദ പാരമ്പര്യത്തിൽ നാസിർ വ്രതം എടുക്കുന്നവർ മാത്രമാണ് മുടി നീട്ടി വളർത്തിയിരുന്നത്. എന്നാൽ പരിശുദ്ധനായ യേശു നാസിർ വ്രതം എടുത്തിരുന്നില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ ന്യായാധിപന്മാർ 13-ാം അധ്യായം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ സാംസനെ കുറിച്ച് പറയുന്നുണ്ട്. സാംസൺ ജനനം മുതൽ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണെന്നും സാംസന്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുതെന്നും അവൻ ദൈവത്തിന് നാസിർ വ്രതക്കാരനായിരിക്കണമെന്നും ദൂതൻ പറയുന്ന ഭാഗമുണ്ട്. എന്നാൽ യേശു നാസിർ വ്രതം എടുത്തിരുന്നില്ല. ആ കച്ചയിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് യേശുവിൻ്റെ മുടി ആകണമെങ്കിൽ യേശു നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യണം. എന്നാൽ യേശുവിനെ കുരിശിൽ നിന്ന് ഇറക്കിയ ശേഷം അവർ കല്ലറയിൽ കിടത്തുകയാണ് ചെയ്തത്. കിടക്കുന്ന ഒരാളുടെ മുടി ഒരിക്കലും തലയിൽ നിന്നും നേരെ താഴേക്ക് കിടക്കുകയില്ല. യേശുവിനെ കല്ലറയിൽ കിടത്തുമ്പോഴും മുടി ഉറപ്പായും ഗുരുത്വാകർഷണം കാരണം പുറകിലോട്ട് പോകും. മാത്രമല്ല, തലയും മുഖവും മറച്ചുകൊണ്ട് കെട്ടിയ തുവാലയുടെ സമ്മർദ്ദം കാരണവും മുടി കഴുത്തോട് ചേർന്ന് പുറകിലോട്ട് പോകും. അത് ഷോൾഡർ ഭാഗത്ത് നിന്നും പുറകിലോട്ട് മാത്രമേ കിടക്കുകയുള്ളൂ. ഈ തുവാലയുടെ കാര്യം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 6-7 വാക്യത്തിൽ പറയുന്നുണ്ട്. ഒരു മരണപ്പെട്ട വ്യക്തിയെ കച്ച കൊണ്ടും ഒരു തുവാല കൊണ്ടും ഇങ്ങനെ മറച്ചു കെട്ടുമ്പോൾ ഒരിക്കലും മുടി ഇതിൽ കാണിക്കുന്നത് പോലെ നേരെ താഴേക്ക് കിടക്കുകയില്ല. ഇനി മൂന്നാമതായി എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന മറ്റൊരു കാര്യമാണ് യേശുവിൻ്റെ കയ്യിലെ തിരുമുറിവ്. റോമാക്കാർ ഒരു കുറ്റവാളിയെ കുരിശിൽ തറയ്ക്കുമ്പോൾ ശാസ്ത്രീയപരമായി ശരീരത്തിൻ്റെ ഭാരം വഹിക്കണമെങ്കിൽ കൈക്കുഴയിലാണ് ആണിയടിക്കുക. എന്നാൽ പരിശുദ്ധനായ യേശു പാപമില്ലാതിരിക്കെ മനുഷ്യരുടെയും ഭൂമിയുടെയും ശാപം തീർക്കാനായി കുരിശിൽ തറയ്ക്കപ്പെട്ട പരിശുദ്ധനായ ദൈവമാണ്. ഈ ദൗത്യം പൂർത്തിയാക്കാൻ മാത്രമാണ് യേശു ഭൂമിയിലേക്ക് മനുഷ്യനായി അവതാരം ചെയ്തത്. യേശുവിൻ്റെ ചിത്രങ്ങളിലും രൂപങ്ങളിലും തിരുമുറിവ് കാണുന്നത് കൈപ്പത്തിയിലാണ്. ചിത്രങ്ങളും രൂപങ്ങളും കാര്യമായി എടുത്തില്ലെങ്കിലും പഞ്ചക്ഷതമുണ്ടായ
പല വ്യക്തികൾക്കും കയ്യിലെ തിരുമുറിവുകൾ ഉണ്ടായത് ഉള്ളം കൈയിലാണ്. ഇതിൽ നിങ്ങൾ ഏത് വിശ്വസിക്കും? ഉള്ളം കൈയിലോ കൈക്കുഴയിലോ? എവിടെയാണ് യേശുവിന് ആണിയടിക്കപ്പെട്ടത്? ഇത് ദൈവത്തിന് തെറ്റുപറ്റിയതോ, അതോ ഈ കച്ച സൃഷ്ടിച്ച വ്യക്തിക്ക് തെറ്റുപറ്റിയതോ, അതോ പിശാചിൻ്റെ വഞ്ചനയോ? ഒരു കാര്യം സത്യമാണ്, പരിശുദ്ധനായ സർവശക്തനായ നീതിമാനായ ദൈവമായ യേശുവിന് തെറ്റുപറ്റില്ല. പിന്നെയുള്ളത് സാത്താൻ്റെ വഞ്ചനയും. ഇത് സൃഷ്ടിച്ച വ്യക്തിക്ക് പറ്റിയ തെറ്റും. വചനത്തിൽ നിന്നും പൂർണ്ണമായി ദൈവമക്കളുടെ ചിന്തകൾ മാറ്റി ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക, അല്ലെങ്കിൽ ആരാധനയും സ്തുതിയും ഒരു സൃഷ്ട വസ്തുവിൽ എത്തിക്കുക എന്നതാണ് സാത്താൻ്റെ പദ്ധതി. ഇത് സൃഷ്ടിച്ച വ്യക്തിയെ ധനസമ്പാദനത്തിനോ അതുമല്ലെങ്കിൽ സാത്താൻ്റെ വഞ്ചനയിൽ പെട്ടുപോയതോ ആയതായിരിക്കാം കാരണം. ദൈവം എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, നന്മയും തിന്മയും തിരിച്ചറിയാനും ജീവനും മരണവും തിരഞ്ഞെടുക്കാനും. തിരിച്ചറിയേണ്ടതും തിരഞ്ഞെടുക്കേണ്ടതും നമ്മളാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.